വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വചനം ഒന്നുകൂടി വായിക്കാം. ലൂക്ക 1:13. ദൂതൻ അവനോട് പറഞ്ഞു, സഖറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രവചനം ലഭിക്കുമ്പോൾ സഖറിയായിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, അത് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പൊ നമുക്കൊരു 80 പിടിച്ചാൽ മതി. നമ്മുടെ ചേട്ടന്റെ കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എലിസബത്തിന് എത്രയുണ്ടാവും? ഏകദേശം 70. ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ 10 വയസ്സ് കൂടി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛ, എന്റെ ഭർത്താവിന് എന്നെക്കാളും 10 വയസ്സ് കൂടുതലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, മാതാപിതാക്കളെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം സഖറിയായുടെ പ്രാർത്ഥന കേട്ടു. എത്രാമത്തെ വയസ്സിൽ? 80-ാമത്തെ വയസ്സിൽ. കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാനായിട്ട് നിങ്ങൾ എത്രാമത്തെ വയസ്സ് തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങും? കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നായിരുന്നു. കുട്ടികളായിട്ടില്ല, 6 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 6 മാസം ട്രൈ ചെയ്തു, കുട്ടികളായില്ല. അപ്പോ ഇനി 1 കൊല്ലം 2 കൊല്ലമായിട്ടും കുട്ടികളായിട്ടില്ല, നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും അല്ലേ? സഖറിയായുടെ കല്യാണം ഏകദേശം എത്രാമത്തെ വയസ്സിൽ നടന്നിട്ടുണ്ടാവും? ഒരു 25 പിടിക്കാം. എലിസബത്തിന് 20. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ 25-ാമത്തെ വയസ്സിലെ സഖറിയ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. എത്ര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥന കേട്ടത്? 55 കൊല്ലം കഴിഞ്ഞപ്പോ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളാണെങ്കിൽ എത്ര കൊല്ലം പ്രാർത്ഥിച്ചാനെ? 2-3 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഇനി ഇപ്പൊ ആ പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറയും ഇല്ലേ? പിന്നെ 2 കൊല്ലം പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു 33 ആഴ്ച. അച്ഛൻ മാക്സിമം പറഞ്ഞിരിക്കുന്നത് 60 ആഴ്ചയാണ്. 60ഉം കഴിഞ്ഞു. 60 120 ആയി 2 കൊല്ലം കൊണ്ട്. എന്നിട്ടും കുട്ടിയായിട്ടില്ല. പിന്നെ പോവോ? സാധ്യതയില്ല. പക്ഷേ സഖറിയ 2 കൊല്ലമല്ല, 4 കൊല്ലമല്ല, 25 കൊല്ലമല്ല, 55 കൊല്ലം പ്രാർത്ഥിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, അതുകൊണ്ട് അച്ഛൻ ഈ വചനഭാഗം എടുത്ത് വായിക്കാനല്ല ഉദ്ദേശിച്ചിരുന്നത്. കർത്താവ് പറഞ്ഞു ഇതെടുക്കാൻ പ്രത്യേകിച്ച്. അപ്പോ നമ്മൾ 5-ാം സദനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. പ്രവേശിക്കാം. അപ്പോൾ സക്കറിയ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന, ന്യായമായി ചോദിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാള് ഈ 55 കൊല്ലം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാള് കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതിരുന്നത്? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഏറ്റവും നല്ലത് കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് കാത്തിരുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈ വചനഭാഗം തരുന്ന ഒരു പ്രത്യാശയുടെ സന്ദേശമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്ക്, നമുക്കറിയാം സക്കറിയ ഒരു പുരോഹിതനായിരുന്നു, പ്രവാചക ഗണത്തിൽപ്പെട്ട ആളായിരുന്നു, പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നിട്ടും സക്കറിയയുടെ പ്രാർത്ഥന കേൾക്കാൻ എത്രയോ കാലമെടുത്തു. ഇങ്ങനെ കാലമെടുത്തത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ്. സക്കറിയായിക്ക് കുഞ്ഞിനെ നൽകുമ്പോൾ ആ കുഞ്ഞിന് ഒരു പ്രത്യേക ദൗത്യമുണ്ടാകണം. ആ ദൗത്യം ഈശോ മിശിഹായുടെ ജനനവുമായി, ഈശോയുടെ ജനനവുമായി, ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ദൗത്യം ഉള്ള ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. ഒരു രക്ഷാകര പദ്ധതിയിൽ, വാക്ക് ശ്രദ്ധിക്കുക, ഒരു രക്ഷാകര, ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാകര പദ്ധതിയിൽ ഈ കുഞ്ഞിനെ പങ്കുകാരാക്കാൻ, ഈ കുടുംബത്തെ പങ്കുകാരാക്കാൻ വേണ്ടിയാണ് ദൈവം സക്കറിയായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് അത്രയും വൈകിയത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് ഇവിടെ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെയും ഓൺലൈനിലും ഒക്കെയായി അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ മക്കൾക്ക് ഹൃദയത്തിൽ ഒരു വിഷമമുണ്ട്. എന്താണ് ആ വിഷമം? കർത്താവ് ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ആ ഡൈസമ്മ ചേച്ചി ചൊവ്വാഴ്ച സ്കാൻ ചെയ്തു, ബുധനാഴ്ച വന്ന് പ്രാർത്ഥിച്ചു, അപ്പൊ തന്നെ മാറി. ഞങ്ങൾക്കൊക്കെ ഒന്ന് ഞങ്ങൾ കുറെ നാളായി ഞങ്ങളുടെ ഒന്നും മാറിയിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൂടെയാണിത്. ദൈവം പ്രാർത്ഥന കേട്ടു. അപ്പൊ അതിനെക്കുറിച്ച് അത്രയും മതി. ആരെങ്കിലും അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ, ഇവിടെയോ ഓൺലൈനിലോ ആരെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തന്നിട്ടില്ല എന്ന വിഷമത്തോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞെ, കർത്താവ് വൈകുന്നത് വെറുതെയല്ല. കർത്താവ് വൈകുന്നത് വില കൂടിയത് നിനക്ക് തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നിന്നെ ഒരു കാരണവശാലും ബാക്കി പറ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കൈയടിച്ച് നിന്ന്, ഒരു കാരണവശാലും. അതായത് നിന്റെ തന്നെ പാപങ്ങൾ മൂലമായാൽ പോലും, ഒരുപക്ഷെ ചില കാര്യങ്ങൾ വൈകുന്നത് നമ്മുടെ തന്നെ പാപങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും, അതാണ് ഒരു കാരണവശാൽ എന്ന് പറയുന്നത്. കർത്താവ് നിന്നെ ഒരു കാരണവശാൽ ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ, നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് നിന്നെ നാശത്തിന് വിട്ടുകൊടുക്കുകയോ ഇല്ല. നിന്റെ കുടുംബം തകർന്നു പോകട്ടെ, നിന്റെ കുടുംബം ഒരു അപമാനിക്കപ്പെട്ട കുടുംബമായി മാറട്ടെ, നീ ഒരു പരിഹസിക്കപ്പെടുന്ന ഒരു അമ്മയായിട്ട് മാറട്ടെ, നീ ഒരു അപമാനിക്കപ്പെടുന്ന ഒരു അപ്പനായി മാറട്ടെ എന്ന് പറഞ്ഞ് ദൈവം നിന്നെ പരിഹാസത്തിന്, നിന്ദനയ്ക്ക്, നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഇത് 100% ഉറപ്പാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇത് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന്റെ പ്രത്യാശയുടെ ഭാഗമാണ്. കർത്താവിന്റെ പ്രാർത്ഥനകൾക്ക്, ഈ രക്ഷകൻ ഭൂമിയിൽ പിറന്നത് എത്ര കൊല്ലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ്. അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെ എത്ര കൊല്ലമുണ്ട്? 2000 കൊല്ലങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദം മുതൽ ഈശോ വരെ എത്ര വർഷമുണ്ട്? ആർക്കറിയാം, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ
ഈ ആദത്തിന് കിട്ടിയ ഒരു വാഗ്ദാനമാണ് രക്ഷകൻ പിറക്കുമെന്ന് പറയുന്ന വാഗ്ദാനം. ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ എത്ര കൊല്ലം എടുത്തു അല്ലേ? 4000 വർഷം വരെ കാത്തിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര തലമുറകൾ, അബ്രഹാം മുതൽ ഈശോ വരെ. മത്തായിയുടെ ആ വംശാവലി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് 42 തലമുറകളുടെ പേരുകളാണ്. പക്ഷെ ആ 42 തലമുറകളല്ല, അതിനേക്കാളും ഒത്തിരിയേറെ അധികം തലമുറകൾ ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട്. ആദം മുതൽ, ലൂക്കായുടെ സുവിശേഷത്തിലുള്ള വംശാവലി ആദം മുതലുള്ള വംശാവലിയാണ്. 70-ലധികം തലമുറകളുടെ പേരുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന് ക്രിസ്തു പിറന്നത് നമ്മോടൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. നീ കാത്തിരിക്കുന്നത് അത് എത്ര നീണ്ട കാലയളവാണെങ്കിലും ആ കാത്തിരിപ്പ് വെറുതെ ആവുകയില്ല. കാത്തിരിപ്പിന് സഫലതയുണ്ടാകും. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ലാതെ മറ്റൊരു ദൈവത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുമസ് ഒരു കാത്തിരിപ്പിന്റെ ഉത്സവം കൂടെയാണ്. ക്രിസ്തുമസ് എന്താണ്? ഒരു കാത്തിരിപ്പിന്റെ തിരുനാളാണ്. അപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞു, പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു. ഇനി ഈ പുത്രൻ എങ്ങനെയുള്ളവനായിരിക്കും എന്നതാണ് കൂടുതൽ പ്രസക്തമായിരിക്കുന്നത്. എന്താണ് ഈ പുത്രന്റെ ജന്മം ആരുമായി ബന്ധപ്പെട്ട ജന്മമാണ്? ഈശോയുമായി ബന്ധപ്പെട്ട ജന്മമാണ്. ഈ പുത്രന്റെ ജീവിതം ആരുമായി ബന്ധപ്പെട്ട ജീവിതമാണ്? ഈശോയുമായി. എന്താ സ്വരമില്ലാത്തത്? ആരുമായി ബന്ധപ്പെട്ട ജീവിതമാണ്? പോരാ, ആരുമായി ബന്ധപ്പെട്ടാണ്? എല്ലാവരും വായ തുറന്ന് പറയട്ടെ. ആരുമായി ബന്ധപ്പെട്ട ജീവിതമാണ്? ആരുമായി ബന്ധപ്പെട്ട ജന്മമാണ്? നിന്റെ ജീവിതം ആരുമായി ബന്ധപ്പെട്ട ജീവിതമാണ്? നീ ജനിച്ചത് ആരുമായി ബന്ധപ്പെട്ടാണ്? അങ്ങനെയാണെങ്കിൽ സ്നാപക യോഹന്നാന്റെ ജന്മത്തിൽ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ഇന്ന് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും പ്രസക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. അച്ഛൻ ആവർത്തിക്കാം. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, പള്ളി പുസ്തകത്തിൽ പേരുള്ളവരാകാം, പേരില്ലാത്തവരാകാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായി, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അതെ. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ടാകില്ല, ഉണ്ടാകാം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആ സ്വപ്നത്തിന്റെ ഒന്നാം ഭാഗം ഇങ്ങനെയാണ്: നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അതായത് ഒരു കുടുംബത്തിന് ആനന്ദം നൽകുന്ന ജീവിതമായിരിക്കും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം. ഹല്ലേലൂയ. അച്ഛൻ ചോദിക്കട്ടെ, സ്നാപക യോഹന്നാന്റെ ജന്മത്തിൽ അവന്റെ അപ്പനും അമ്മയും സന്തോഷിച്ചു, അവന്റെ അയൽക്കാരൊക്കെ സന്തോഷിച്ചു. കാരണം അവൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജനിച്ചവനാണ്. ഇന്നും സ്നാപക യോഹന്നാന്റെ ജനനത്തിൽ സഭ സന്തോഷിക്കുന്നു, കാരണം അവൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടവൻ. ഇനി സ്നാപക യോഹന്നാൻ ഒരു വശത്ത് നിർത്തിയിട്ട് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് നിർത്ത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് സന്തോഷിക്കാൻ ദൈവ കുടുംബത്തിന് വകയുണ്ടോ? ദൈവത്തിന് ഒരു കുടുംബമുണ്ട്, ഫാമിലി ഓഫ് ഗോഡ്. ഈ ഫാമിലി ഓഫ് ഗോഡിൽ എന്റെ ജീവിതം സന്തോഷിക്കാനുള്ളൊരു വകയാണോ?
ഗോഗേഷ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ അല്ലേ, ഗോഗേഷ് എന്നല്ലേ ആ ചെസ് കളിച്ച് ഫസ്റ്റ് മേടിച്ച പയ്യൻ, ഗുഗേഷ്. അപ്പോൾ ആ മകൻ 18 വയസ്സുള്ള കുഞ്ഞു മകൻ ലോക ചാമ്പ്യനായി മാറിയപ്പോ ഇന്ത്യ എന്ന് പറയുന്ന കുടുംബം മുഴുവൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. തമിഴ്നാട്ടുകാർ മാത്രമാണോ സന്തോഷിച്ചത്? അല്ല, അവന്റെ വീട്ടുകാർ മാത്രമാണോ സന്തോഷിച്ചത്? ആ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ വരെ അവന്റെ പേരിൽ എഡിറ്റോറിയൽ എഴുതി. അതായത് ലോകം മുഴുവൻ, ഇന്ത്യ എന്ന് പറയുന്ന കുടുംബം മുഴുവൻ സന്തോഷിച്ചു. അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ഒരാളെ കുറിച്ച്, ഇന്ത്യക്ക് വേണ്ടി മെഡൽ മേടിച്ച ഒരാളെ കുറിച്ച് ഭാരതത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു. ഇനി ദൈവ കുടുംബത്തിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ അഭിമാനവും ആനന്ദവും കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായി മാറുമോ? മാറാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ദൈവ കുടുംബത്തിൽ അഭിമാനമുയർത്തുന്ന വ്യക്തികളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിന് നമ്മൾ എന്താണ് കൊണ്ടുവരേണ്ടത്? ആനന്ദമാണ്. എങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. 15-ാമത്തെ തിരുവചനം, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. എവിടെയാണ് സ്നാപക യോഹന്നാൻ വലിയവനാകുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ. നിനക്ക് എവിടെയാണ് വലിയവനാകേണ്ടത്, വലിയവളാകേണ്ടത്? ഐഡിയ സ്റ്റാർ സിംഗറിലാണോ? ഡാൻസിലാണോ? അല്ല. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞൂടാ. ഒരു ദിവസം ഒരു സഹോദരി കുറെ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ആഗ്രഹമുണ്ട്. അച്ഛൻ ചോദിച്ചു, എന്താണ് ആഗ്രഹം? എനിക്കൊരു സീരിയലിൽ അഭിനയിക്കണം. ഏത് റോള് വേണം? നായികയായിട്ട് മതി. ഓക്കെ, ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 65. പ്രായം ഒരു പ്രശ്നമാണോ? അമ്മയുടെ റോള് മതി, പക്ഷെ നായികയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് എവിടെയാണ് വലിയവളാകേണ്ടത്, വലിയവനാകേണ്ടത്? കർത്താവിന്റെ സന്നിധിയിൽ. ഈശോ പറഞ്ഞു, ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ, ഇവിടെ ഈ ഭൂമിയിൽ നിന്നെ തന്നെ ചെറുതാക്കുകയാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. കരമടിച്ചതിൽ വിളിക്കാം, ഈശോയേ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകണം. അത് ദൈവത്തിന്റെ സ്വപ്നമാണ്. നീ സ്വർഗത്തിൽ ഇടം നേടണം. നീ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവം പറയാണ്, നീ എന്റെ മുൻപിൽ ബഹുമാന്യനും ആദരണീയനുമായിരിക്കണം. ഓ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ് അവൻ സ്വർഗത്തിൽ ഉണ്ടാകണം. അവന്റെ പേര് ദൈവരാജ്യത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്യണം? വഴിയെ പറയാം. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ സ്വപ്നമാണ്. ഇനി അടുത്തത്, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. ആര്? നോഹൻ. അപ്പൊ നമുക്ക് കുടിക്കാം. വീഞ്ഞും ലഹരി പാനീയങ്ങളും കുടിക്കാൻ പാടില്ലാത്തത് ആരാണ്? യോഹന്നാൻ. അല്ല, അതാണ് അച്ഛൻ പറഞ്ഞത്. യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. നിങ്ങൾ വിചാരിക്കരുത് യോഹന്നാൻ കുടിക്കാതിരിക്കട്ടെ, നമുക്ക് കുടിക്കാം. ലഹരി അത് തൊടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വ്യാഴാഴ്ച, അടുത്ത ചൊവ്വാഴ്ച രാത്രി നൊയമ്പ് വിടാൻ വേണ്ടി ഇപ്പോൾ തന്നെ കട്ടിലിന്റെ അടിയിൽ നേരത്തെ സൂക്ഷിച്ച് കരുതൽ. വളരെ ജാഗ്രത. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ജാഗരൂകരായിരിക്കും, തീർന്നു പോകുമെന്ന്. അപ്പോൾ ജാഗരൂകതയോടുകൂടെ മേടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, ഇല്ലേ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് ഉണ്ടാകാതിരുന്നെങ്കിൽ, അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഈ നാട്ടിലുണ്ട്. കാരണം എന്റെ ഭർത്താവ് ഏറ്റവും അധികം കള്ളുകുടിക്കുന്നത്, മദ്യപിക്കുന്നത് ക്രിസ്തുമസിനാണ്. അതുകൊണ്ട് അച്ഛാ, ക്രിസ്തുമസ് ഇല്ലാതിരുന്ന് ഞാൻ ക്രിസ്തുമസിനെ വെറുക്കുന്നു എന്ന് പറയുന്ന അമ്മമാര്, സഹോദരിമാര് ഉള്ള ഒരു നാടാണെന്ന്. കാരണം അന്നാണ് ഇവളുടെ ഭർത്താവ് ഏറ്റവും അധികം കുടിക്കുന്നത്. കുടിച്ചിട്ട് ഇവളുണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ എടുത്ത് കഴിച്ചിട്ട് ആ കറിയുടെ ആ ചട്ടി മുഴുവൻ ഇവളുടെ തലയിലെടുത്ത് ഒഴിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓർമ്മകളാണ്. അവൾക്ക് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിൽ ഉണ്ണി പിറന്നതിന്റെ ഓർമ്മയല്ല. അവളുടെ തലയിൽ ഇപ്പോഴും ഒരു മുറിവ് കിടക്കുന്നുണ്ട്. ഒരു ക്രിസ്തുമസിന് വാക്കത്തിയെടുത്ത് വെട്ടിയതിന്റെ മുറിവാണ്. ഉണങ്ങാതെ ആ വടുമാറാതെ കിടക്കുകയാണ്. അപ്പോൾ തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മെ കുറിച്ച് ഒരാഗ്രഹമുണ്ട്. നമ്മൾ ഒരു തരത്തിലും ലഹരി ഉപയോഗിക്കുന്നവർ, അത് തൊടുക പോലും ചെയ്യുന്നവരാകരുതെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. മനസ്സിലിരിക്കട്ടെ. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം അറ്റ്ലീസ്റ്റ് അച്ഛൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരെങ്കിലും ക്രിസ്തുമസ് ആഘോഷിക്കാനും ചെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കട്ടെ. അമ്മച്ചിമാര് ദയവ് ചെയ്ത് അമ്മച്ചി ഉണ്ടാക്കിയ വീഞ്ഞാണെന്ന് പറഞ്ഞ് മുന്തിരി കെട്ടിവെച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങാനും ഉണ്ടാക്കാൻ വേണ്ടി അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അതെടുത്ത് കമത്തിക്കളയും. ഹല്ലേലൂയ. അപ്പോൾ വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. അടുത്തത്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആര്? സ്നാപക യോഹന്നാൻ. അപ്പോൾ നമ്മളോ? നമുക്കിനി അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരു ഉദരം നമുക്ക് ഇവിടെ സംലഭ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഉദരത്തിലാണ് ആയിരിക്കുന്നത്. ആ ഉദരം എന്ന് പറയുന്നത് ദേവാലയം എന്ന് പറയുന്ന സഭയുടെ ഉദരമാണ്. ഈ ദേവാലയം എന്ന് പറയുന്ന സഭയുടെ ഉദരത്തിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള നിറവും പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകവുമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കട്ടെ, ഉദരത്തിൽ വെച്ച് നിനക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പറ്റുമോ? പറ്റും. ഏതാണ് ആ ഉദരം? ഈ ദേവാലയം ഒരു ഉദരമാണ്. ഈ കൂടാരം ഒരു ഉദരമാണ്. സഭയുടെ അത് ഗർഭഗൃഹമാണ്. ദേവാലയത്തിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? ഈ ദേവാലയത്തിൽ വരുന്ന ഓരോരുത്തർക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം. സ്നാപക യോഹന്നാന് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ വരികയാണ്. പരിശുദ്ധ അമ്മ വന്ന് അവളുടെ അഭിവാദനത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ, ഒരു സ്തുതികീർത്തനത്തിന്റെ ആലാപനം കേൾക്കുമ്പോൾ, എലിസബത്തിന്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ദൈവ സാന്നിധ്യത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഉദരത്തിലായിരിക്കുന്ന സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നിങ്ങൾക്ക് ആ ചിത്രം വ്യക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവസാന്നിധ്യം ഇവിടെ, ദിവ്യകാരുണ്യം ഈശോ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. അവിടുത്തെ ഹൃദയം ഇവിടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം അത് അടയാളമല്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദിവ്യകാരുണ്യം ഒരു അടയാളമല്ലാതെ ആരാണ്? ഈശോ തന്നെയാണ്, ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ദിവ്യകാരുണ്യത്തെ ഈശോ ഒരു സക്രാരിയാക്കി മാറ്റി. ഈ ദിവ്യകാരുണ്യം നമുക്ക് താമസിക്കാനുള്ള ഒരു സക്രാരിയാണ് എന്നൊരു ചിന്തയുണ്ട്. ദിവ്യകാരുണ്യം എന്താണ്? നമുക്ക് ചെന്ന് താമസിക്കാൻ,
ഒരു സക്രാരിയാണ് എന്ന്. ഇൻസിനു ജീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് അച്ഛൻ ആ ആശയം കിട്ടിയത്. ദിവ്യകാരുണ്യം ഒരു സക്രാരിയാണ്. നമ്മൾ സാധാരണ പറയാറ് ദിവ്യകാരുണ്യത്തെ എവിടെ സൂക്ഷിക്കുന്നു? സക്രാരിയിൽ സൂക്ഷിക്കുന്നു. ഈ പുസ്തകത്തിൽ ഈശോ ഈ പുസ്തകം എഴുതിയ വൈദികനോട് പറയുകയാണ്, ദിവ്യകാരുണ്യം എന്ന ഈ ഞാനാകുന്ന സക്രാരിയിൽ നീ വന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സാന്നിധ്യത്തിന്റെ അടുത്ത് നീ വന്നിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വസിക്കുന്ന വീട് ഏതാണ്? ദിവ്യകാരുണ്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നമുക്ക് വസിക്കാൻ വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കുന്ന വീട് ദിവ്യകാരുണ്യമാണ്. ഈ വീട്ടിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോ, ഈ വീട് എന്തുകൊണ്ടുണ്ടാക്കിയ വീടാണെന്നറിയാവോ? ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നപ്പോഴൊക്കെ അതിന്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ഇല്ലേ? പരീക്ഷണങ്ങൾ. നമ്മുടെ വിളക്കന്നൂര് അത്ഭുതം നടന്നപ്പോഴും ആ ദിവ്യകാരുണ്യത്തെ പരീക്ഷണശാലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിടങ്ങളിലൊക്കെ അത് പരിശോധിച്ചപ്പോൾ വന്ന റിസൾട്ട് ഒന്നാണ്. അതായത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാംസ കഷണം അല്ലെങ്കിൽ ഈ ഭാഗം ഈശോയുടെ ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത ഒരു ഭാഗമാണെന്ന്. അതായത് ദിവ്യകാരുണ്യമായി മാറിയത് അവന്റെ ഹൃദയമാണെന്ന് കൈയടിച്ചു തന്നെ പറയാം. അപ്പോൾ ഈശോ തന്റെ ഹൃദയം കൊണ്ടാണ് ദിവ്യകാരുണ്യമാകുന്ന സക്രാരി നമുക്ക് പാർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ കാലിത്തൊഴുത്തിൽ പിറന്നു വീണത്, അവൻ വെറും ഒരു കാലിത്തൊഴുത്തിൽ പിറന്നു വീണത് നമ്മൾ ദൈവത്തിന്റെ ഹൃദയമാകുന്ന സ്വർണ്ണ സക്രാരിയിൽ ജീവിക്കാൻ വേണ്ടിയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? നമ്മൾ എവിടെ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ കാലികൾക്കിടയിൽ പിറന്നത്? നമ്മൾ ദൈവഹൃദയമെന്ന് പറയുന്ന സ്വർണ്ണ സക്രാരിയിൽ ചെന്ന് പാർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് അവൻ കുരിശിൽ പിടഞ്ഞ് മരിച്ചതും തന്റെ ഹൃദയത്തെ നമുക്ക് ദിവ്യകാരുണ്യമാക്കി മാറ്റിയത്. ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പാർക്കാൻ, എനിക്ക് പാർക്കാൻ ഹൃദയം കൊണ്ടൊരു സക്രാരി ഉണ്ടാക്കി നാഥൻ. ഹല്ലേലൂയ. എനിക്കു പാർക്കാൻ ഹൃദയം കൊണ്ടൊരു സക്രാരിയുണ്ടാക്കി നാഥൻ. പടം. എനിക്കു പാർക്കാൻ ഹൃദയം കൊണ്ടൊരു സക്രാരിയുണ്ടാക്കി നാഥൻ. ആ തിരുഹൃദയം ഈ ദിവ്യകാരുണ്യമല്ലോ. ആ തിരുഹൃദയം ഈ ദിവ്യകാരുണ്യമല്ലോ. എനിക്കു പാർക്കാൻ ഹൃദയം കൊണ്ടൊരു സക്രാരിയുണ്ടാക്കി നാഥൻ. ഒരിക്കൽ കൂടെ പാടാം. എനിക്കു പാർക്കാൻ ഹൃദയം കൊണ്ടൊരു സക്രാരി ഉണ്ടാക്കി നാഥൻ. ആ തിരുഹൃദയം ഈ ദിവ്യകാരുണ്യമല്ലോ. ആ തിരുഹൃദയം ഈ ദിവ്യകാരുണ്യമല്ലോ. ആരാധന സ്തുതി, ആരാധന സ്തുതി, ആരാധന സ്തുതി സ്തോത്രം. ആരാധന സ്തുതി, ആരാധന സ്തുതി, ആരാധന സ്തുതി സ്തോത്രം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഈ ആലയത്തിൽ വെച്ച്, ഈ ഗർഭഗേഹത്തിൽ വെച്ച് നമ്മൾ ഈ സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്നത് ആരുടെ ആഗ്രഹമാണ്? ഈശോയുടെ ആഗ്രഹമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇനി അടുത്തതായി അവിടെ നിന്ന് പറയാണ്, അടുത്ത സ്വപ്നമാണ് സ്നാപകനെ കുറിച്ചുള്ള സ്വപ്നം. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. വലതുകരം ഒരു വീശിക്കൊണ്ട് പറയാം, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഇരുകരങ്ങൾ ഉയർത്തി വീശി പറയാം, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. അപ്പോൾ ആരാണ് തിരികെ കൊണ്ടുവരേണ്ടത്? സ്നാപക യോഹന്നാനാണ്. നമുക്കറിയാം സ്നാപക യോഹന്നാൻ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്ന്. സ്നാപക യോഹന്നാൻ തന്റെ താപസ ജീവിതം വഴി, മരുഭൂമിയിലുള്ള താപസ ജീവിതം, പ്രാർത്ഥനയുടെ ജീവിതം വഴി അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവന്റെ ലളിത ജീവിതം വഴി, അതാണ് താപസ ജീവിതം എന്ന് പറയുന്നത്. ലളിത ജീവിതം വഴി അനേകരെ കർത്താവിലേക്ക് നയിച്ചു. പ്രാർത്ഥനാ ജീവിതം വഴി നയിച്ചു. തന്റെ പ്രഘോഷണം വഴി അനേകരെ കർത്താവിലേക്ക് നയിച്ചു. തന്റെ സാക്ഷ്യം വഴി അനേകരെ നയിച്ചു. തന്റെ ജീവിതം വഴിയും രക്തസാക്ഷിത്വം വഴിയും അനേകരെ കർത്താവിലേക്ക് നയിച്ചു. സ്നാപക യോഹന്നാൻ ജീവിച്ചത് മുഴുവൻ ഇസ്രായേൽ മക്കളെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു, ദൗത്യത്തോടെയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക്, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. കാരണം അത്രമേൽ ആകർഷണീയമായ ഒരു കാന്തിക വലയം അവന്റെ ജീവിതം അത്രമേൽ ആകർഷിക്കുന്നതായിരുന്നു. അവന്റെ അടുക്കലേക്ക് ആളുകൾ ഓടി വന്നു. ഓടി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നാപക യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുക, പാപം ഉപേക്ഷിക്കുക, നിങ്ങൾ നീതിയായിട്ടുള്ളത് പ്രവർത്തിക്കുക. പടയാളികൾ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെയും പേടിപ്പിക്കാൻ നിൽക്കരുത്, പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആരെയും ചൂഷണം ചെയ്യരുത്. ഞങ്ങൾ ചുങ്കക്കാര് വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ കൂടുതൽ വാങ്ങിക്കരുത്. സാധാരണക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൽപ്പനകൾ പാലിക്ക്, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേകർ ഓടിക്കൂടാൻ തക്ക വിധമുള്ള ഒരു ജീവിതം നയിച്ചവനാണ് സ്നാപകൻ. സ്നാപകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു ഇവൻ അനേകരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അച്ഛൻ ചോദിക്കട്ടെ, എന്നെ കുറിച്ചുള്ള, ഒരു കുടുംബത്തിൽ ഒരു അമ്മയെ കുറിച്ചുള്ള, ഒരു കുടുംബത്തിൽ ഒരു അപ്പനെ കുറിച്ചുള്ള, ഒരു പള്ളിയിലെ ഒരു അച്ഛനെ കുറിച്ചുള്ള, ഒരു മഠത്തിലെ ഒരു സിസ്റ്ററിനെ കുറിച്ചുള്ള, ഒരു കുടുംബ കൂട്ടായ്മയിലെ ഒരു അംഗത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? ഇത് തന്നെയാണ്. അതായത് ഇവൻ അല്ലെങ്കിൽ ഇവൾ അനേകരെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരണം. അപ്പോൾ അച്ഛൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിന്റെ ഈ സ്വപ്നം പൂവണിയാൻ വേണ്ടിയാണോ? ദൈവത്തിന്റെ സ്വപ്നം പൂവണിയുന്ന രീതിയിലാണോ നീ ജീവിക്കുന്നത്? അപ്പോൾ എത്ര പേരെ നീ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരമ്മയുടെ ജീവിതം കണ്ടിട്ട് മകൻ പറഞ്ഞു, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല. കാരണം അമ്മ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നു കയറിയാൽ ഉടനെ തന്നെ അപ്പനുമായി അടിയാണ്, വഴക്കാണ്, അയൽവക്കക്കാരുമായി ബഹളമാണ്, ഒച്ചപ്പാടാണ്. അങ്ങനെ ഈ അമ്മയുടെ ജീവിതം കണ്ടിട്ട് മകന് പിന്നെ കർത്താവിലേക്ക് തിരിയാനല്ല തോന്നുന്നത്, കർത്താവിൽ നിന്ന് അകലാനാണ് തോന്നുന്നത്. ഈ അമ്മ ഒരാളോട് ക്ഷമിക്കില്ല.
എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തിന് എന്റെ പെങ്ങളോട് പോലും ഒരു പ്രാവശ്യം അവൾ ഒരു വഴക്കുണ്ടാക്കി പോയിട്ട് ഇപ്പൊ 4 മാസമായി. അവളെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുമില്ല, അവള് വന്നാ വീട്ടിൽ കയറ്റൂലെന്നാ പറയുന്നത്. അപ്പോൾ അനേകരെ ഒരു മകൾ വന്നിട്ട് പറഞ്ഞു, വളരെ ദുഃഖത്തോടു കൂടെ പറഞ്ഞു, അച്ഛൻ എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് കുട്ടിയുണ്ട്, പക്ഷെ എന്റെ അമ്മയ്ക്ക് ഒരു തെറ്റായ ബന്ധമുണ്ട്. മകൾ അമ്മയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അമ്മയുടെ ജീവിതം ഈ മകൾക്ക് ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ജീവിതമല്ല, അത് ഒരു അനുഗ്രഹമല്ല, ഒരു ശാപമായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കട്ടെ, ഇന്ന് എന്റെ ജീവിതം അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ജീവിതമാണോ? ഒരു മദ്യപിക്കുന്ന ഒരു കുടുംബനാഥൻ തന്റെ മകനെ അല്ലെങ്കിൽ തന്റെ മക്കളെ ആകർഷിക്കുന്നത് എങ്ങോട്ടാണ്? കുറച്ച് കുടിക്കുന്നു, കൂടുതൽ കുടിക്കുന്നു, അത് അളവ് അവിടെ നിൽക്കട്ടെ. നീ മദ്യപിക്കുന്നുണ്ടെങ്കിൽ നീ ആ മദ്യപിക്കുന്ന ശീലം വഴി നിന്റെ കുടുംബത്തെ നീ എങ്ങോട്ടാണ് ആകർഷിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവത്തിലേക്കല്ല. അപ്പോൾ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം പൂവണിയാതെ പോകുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളിൽ വളരെ പേര് ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് 2 വഴികളുണ്ട്. ഒന്ന്, നീ കർത്താവിനെ കൊണ്ടുപോയി കൊടുക്കുക. ഈശോയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് കൊണ്ടുപോയി നീ കർത്താവിനെ കൊടുക്കുക. ഇനി അവരെ നീ കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഈ ആലയത്തിൽ ഓരോ ആഴ്ചയിലും ആളുകൾ കൂടുന്നതിന്റെ കാരണം ഇങ്ങനെ അറിഞ്ഞവർ കർത്താവിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ് എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം ഓർക്കട്ടെ. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ മറ്റുള്ളവരെ, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യം അച്ഛൻ ഓർക്കുകയാണ്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തവൻ ക്രിസ്ത്യാനിയല്ല. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ട് നീ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? എത്ര പേരോട് നീ വചനം പറഞ്ഞിട്ടുണ്ട്? ലോകത്ത് വചനം പ്രഘോഷിക്കപ്പെടാൻ നീ എത്രമാത്രം തീഷ്ണത കാണിച്ചിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് റിഫ്ലക്ട് ചെയ്തതാണ്. ഹല്ലേലൂയ. അടുത്തത്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചു വിടുന്നവനായിരിക്കും. ആവർത്തിക്കാം, വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, അവൻ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും. അവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരുടെ ഹൃദയങ്ങൾ മക്കളിലേക്ക് തിരിയണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? അനുസരണമില്ലാത്തവര് നീതിമാന്മാരുടെ വിവേകത്തിലേക്ക്. ആരാണ് ഈ നീതിമാന്മാർ? നീതിമാന്മാർ പൂർവപിതാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, വചനമുണ്ട്. ഇതിനെ ഈ വചനത്തിലേക്ക്, പ്രവാചകന്മാരിലേക്ക്, പൂർവപിതാക്കളിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് നീ തിരിക്കുന്നതിന് വേണ്ടി, മനസ്സിലായോ? ഒറ്റവാക്കി പറയാം, വചനത്തിലേക്ക്. കുടുംബത്തിലുള്ള പിതാക്കന്മാരുടെ ഹൃദയം എങ്ങോട്ട് തിരിയണം? വചനത്തിലേക്ക് തിരിയണം. കുടുംബത്തിലുള്ള മക്കളുടെ ഹൃദയം എങ്ങോട്ട് തിരിയണം? വചനത്തിലേക്ക് തിരിയണം. അപ്പോ എല്ലാവരുടെയും ഹൃദയത്തെ വചനത്തിലേക്ക് തിരിക്കുന്ന ഒരു ആകർഷണ വസ്തുവായി ഓരോ ക്രിസ്ത്യാനിയും മാറണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ ഇതെല്ലാം സ്നാപയോഹന്നാനെ കുറിച്ചാണ്. കള്ളു കുടിക്കാൻ പാടില്ലാത്തത് സ്നാപയോഹന്നാൻ, മക്കളെ ദൈവത്തിലേക്ക് തിരിക്കേണ്ടത് സ്നാപയോഹന്നാൻ, പിതാക്കന്മാരെ മക്കളിലേക്ക് തിരിക്കേണ്ടത് സ്നാപയോഹന്നാൻ, അനുസരണമില്ലാത്ത മക്കളെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിക്കേണ്ടത് സ്നാപയോഹന്നാൻ. നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് മുഴുവൻ നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ്. ഇത് മുഴുവൻ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ,
ഈശോയേ. പ്രിയപ്പെട്ടവരെ, യേശുനാമത്തെ കുറിച്ച് ഇന്നലെ അച്ഛന് ഒരു പുതിയ വായന ഉണ്ടായിരുന്നു. പുതിയ വായന കിട്ടി. അതായത് ഓരോ പ്രാവശ്യവും ഈശോയേ എന്ന് നമ്മൾ വിളിക്കുമ്പോ, ഒരു പോൾ സള്ളിവൻ എന്ന് പറയുന്ന ഒരു വൈദികനുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ഒരു വൈദികനാണ്. ഈ വൈദികന്റെ പുസ്തകത്തിൽ യേശുനാമത്തിന്റെ ശക്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് നമ്മൾ വിളിക്കുമ്പോ നമ്മൾ ഈശോയുടെ മനുഷ്യത്വത്തെ, ശ്രദ്ധിക്കണേ, ഈശോയുടെ മനുഷ്യത്വത്തെ പിതാവിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. അതൊരു പുഷ്പാർച്ചന പോലെയാണ്. നമ്മൾ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി പുഷ്പങ്ങൾ വിതറുന്നത് പോലെ പിതാവായ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പുത്രനായ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ അർച്ചന ചെയ്യുകയാണ് ഓരോ പ്രാവശ്യവും യേശുനാമം വിളിക്കുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോ നമുക്ക് പള്ളിയിൽ കൊണ്ടുപോയി ഒരു ചാക്ക് അരി കൊടുക്കാൻ പറ്റിയ എന്ത് സന്തോഷമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റിയ എന്ത് സന്തോഷമായിരിക്കും, അല്ലേ? ഇപ്പൊ കുറെ പേര് കൊണ്ടുവന്ന് അച്ഛന് കോയിൻ തരുന്നുണ്ട്, 31-ാം തീയതി കൊടുക്കാനുള്ള കോയിൻ എന്ന് പറയും. അപ്പൊ അത് തരുമ്പോ നിങ്ങൾക്ക് അതൊരു സന്തോഷമല്ലേ? അച്ഛനും സന്തോഷം. ഹല്ലേലൂയ. പക്ഷേ അപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ കർമ്മല മാതാവിന് നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്, നിങ്ങൾക്കൊരു വലിയ സന്തോഷമുണ്ട്, 1,00,000 രൂപയുടെ കിരീടം കർമ്മല മാതാവിന് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കും. അടുത്ത കർമ്മല മാതാവിന്റെ തിരുനാളിന് വിചാരിച്ചാൽ മതി, ആരും കൊണ്ടുവരണ്ട. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു 10,00,000 രൂപയുടെ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കും, സന്തോഷം ഉണ്ടാവില്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ഇതിനൊക്കെ മീതെ 100 കോടിയല്ല, 1000 കോടിയല്ല, അതിനപ്പുറമുള്ള ഒരു സമ്മാനം പിതാവിന്റെ കരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം എടുത്ത് പിതാവിന്റെ കരങ്ങളിലേക്ക് ആവർത്തിച്ചാവർത്തിച്ച് സമർപ്പിക്കലാണ് ആവർത്തിച്ചുള്ള യേശുനാമ ജപം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഇനി മുതൽ യേശുനാമം വിളിക്കുമ്പോ ഈ ഒരു ചിന്ത കൂടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ ഹൃദയം കൊണ്ട് കോരിയെടുക്കുകയാണ് ഈശോയുടെ മനുഷ്യത്വത്തെ. ആ മനുഷ്യത്വത്തിലുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയെ, പരിശുദ്ധിയുടെ പൂർണ്ണതയുടെ, കാരുണ്യത്തിന്റെ പൂർണ്ണതയെ നിങ്ങൾ ഇങ്ങനെ കോരിയെടുത്തിട്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് പിതാവിന്റെ ഹൃദയത്തിലേക്ക് അത് അർച്ചന ചെയ്യുകയാണ്. എത്ര പ്രാവശ്യം അർച്ചന ചെയ്തിട്ടും മതിയാകാതെ വീണ്ടും ഈശോയെ എന്ന് വിളിക്കുന്നു, ഈ അർച്ചന ചെയ്യുന്നു. ഇങ്ങനെ അർച്ചന ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ചേർത്ത് വെക്കുന്നത്? ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. ഈശോയുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ലോകത്തെല്ലായിടത്തും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ ആരുണ്ട്? ഈശോയുണ്ട്. ആ ദിവ്യബലിയിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈശോയുടെ മനുഷ്യത്വം, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും പിതാവിന് സമർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഐക്യത്തിൽ എല്ലാ മഹത്വവും ബഹുമതിയും അങ്ങേയ്ക്കെന്ന് പറഞ്ഞ് പിതാവിനെ ആരാധിക്കുന്ന ആ ബലിയിൽ ലോകത്ത് എത്രമാത്രം ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ ആ ബലികളിൽ എല്ലാ ബലികളുടെയും നീ പങ്കുകാരനാവുകയാണ്. യു ബിക്കം ദ ഷെയറർ, പാർട്ടിസിപ്പന്റ് ഓഫ് എവരി ഹോളി യുക്കറിസ്റ്റ് സെലിബ്രേറ്റഡ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ്. ലോകത്തിലെ ഏത് കോണിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവ്യബലിയിലും നീ പങ്കുകാരിയായി നീ ഈശോയെ എന്ന് വിളിക്കുമ്പോ ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു അച്ഛൻ എഴുതിയ, ഏതെങ്കിലും ഒരു കാലത്ത് എഴുതിയ ഒരു പുസ്തകമാണ് എന്ന് പ്രചരിപ്പിച്ച ഒരു ചിന്തയാണെന്ന് വിചാരിക്കരുത്. ഈ ചിന്തയ്ക്ക് സഭാചരിത്രത്തിലൂടെ വളർന്നു വന്ന ഒരു ദൈവശാസ്ത്ര പാരമ്പര്യമുണ്ട്. അതുപോലെ സഭ ഇതിന് ഔദ്യോഗികമായി പ്രചരണത്തിന്റെ അനുമതി കൊടുത്തിട്ടുള്ളൊരു പുസ്തകമാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ അച്ഛനിപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നപ്പോ നിങ്ങളുമായിട്ട് അത് പങ്കുവെച്ചതാണ്. നമുക്ക് തിരികെ വരാം. അപ്പോൾ സ്നാപക യോഹന്നാന്റെ ദൗത്യം എന്തായിരുന്നു? സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്നതായിരുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ സ്നാപക യോഹന്നാന്റെ ദൗത്യം ഒരു ജനതയെ കർത്താവിന് വേണ്ടി ഒരുക്കുക എന്നതായിരുന്നു. നമ്മുടെ ദൗത്യം എന്താണ്? കർത്താവിന് വേണ്ടി നമ്മുടെ കുടുംബത്തെ ഒരുക്കുക. കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ കുടുംബത്തിൽ, കർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. ഹല്ലേലൂയ. കുടുംബത്തിൽ മാത്രമല്ല, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വീട്ടിൽ നിന്ന് മാറ്റാൻ എളുപ്പമാണ്, ചങ്കിൽ നിന്ന് മാറ്റാൻ പാടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലേ? ചങ്കി വീട്ടിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് മാറ്റാൻ എളുപ്പമാണ്, പക്ഷെ ഹൃദയത്തിലുള്ള ഒരു വിദ്വേഷം എടുത്ത് മാറ്റാൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അയൽവക്കത്തെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് 10 കൊല്ലമായി. ഇന്ന് കർത്താവിന് ഇഷ്ടമില്ലാത്തതും എടുത്തു മാറ്റുന്നതിന്റെ ഒരു ഒരുക്കമായിട്ട്, ക്രിസ്തുമസിന്റെ ഒരുക്കമായിട്ട് നീ ചെന്ന് അവരോടൊന്ന് ക്ഷമ പറയോ? ക്രിസ്തുമസിന് ഒരുങ്ങാൻ വേണ്ടിയിട്ടേ അയൽവക്കത്ത് അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് മിണ്ടിയിട്ട് നാളേറെയായി. ഒരു വസ്തു തർക്കം, അത് കുടുംബ സ്വത്ത് ഭാഗം വെച്ചപ്പോ തുടങ്ങിയ വസ്തു തർക്കമാണ്. എന്നിട്ട് സഹോദരനെ കാണുമ്പോൾ വഴിമാറി പോകുന്ന സഹോദരനാണ്, സഹോദരിയാണ്. അതൊന്ന് അവസാനിപ്പിച്ച് ഈ ക്രിസ്തുമസ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്, നിന്റെ ഹൃദയത്തിൽ കർത്താവിനൊരു ഇടം കിട്ടാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യും. എന്ത് വിഷമം ഉണ്ടാവട്ടെ, ഒന്ന് ചെന്ന് അല്ലെങ്കിൽ പറ്റൂല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫോണെങ്കിലും വിളിച്ച് നീ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും വിട്ട് ഒരു മാപ്പ് ചോദിക്കും. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കണോന്നൊന്ന് പറ. ഒരു മെസ്സേജ് ഇട്ടാ മതി, കാശിലൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി സജ്ജീകൃതമായ ഒരു ജനത്തെ ഒരുക്കാൻ അടുത്തത് പറയാണ്, ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. കൈയടിച്ച് നന്ദി പറയാം. ഏലിയായുടെ അവന് ശക്തി ഉണ്ടാകും, അവന് തീഷ്ണതയുണ്ടാകും. അവനോടും എന്തിനു വേണ്ടി? അവനോടും കർത്താവിന് വേണ്ടി, ജനത്തെ ഒരുക്കാൻ വേണ്ടി അവനോടും. അപ്പോൾ ഇതാരുടെ ദൗത്യമാണ്? സ്നാപക യോഹന്നാന്റെ ദൗത്യമാണ്. സ്നാപക യോഹന്നാനെ കുറിച്ച് ദൈവം സ്വപ്നം കണ്ടത് മുഴുവൻ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ചാണ്. നീ ഇന്നോടുന്നത് ആർക്കു വേണ്ടിയാണ്? കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഓടിയത്. ആണോ? അത് ഞാൻ ഓർത്തില്ല. നമ്മൾ കുറെ ഓടിയിട്ടുണ്ട്, ഇല്ലേ? ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. പക്ഷേ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓടുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ കണ്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കർത്താവിന് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് തങ്ങളുടെ വീട്ടിലെ കാര്യം ചെയ്യണം. കർത്താവിന് വേണ്ടി ചെയ്യുക എന്നത് ഒന്നാമത്തെ കാര്യമായി വെച്ചിരിക്കുന്ന, അതാണ് ഒന്നാം പ്രവൃത്തി. നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഓടുന്നവരാണ്. ഹല്ലേലൂയ. തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ വാഹനം, തങ്ങളുടെ വീട്, തങ്ങളുടെ ജോലി ഒക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒത്തിരിയേറെ മക്കളെ, ഒത്തിരിയേറെ സഹോദരങ്ങളെ അച്ഛന് ഇവിടെയും പരിചയമുണ്ട്, ഒറീസയിലും പരിചയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് മതി, പള്ളിയിലെ കാര്യം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ വീട്ടിലെ കാര്യം എന്ന് പറയുന്ന ആയിരക്കണക്കിന് മക്കള്, 10,000-കണക്കിന് മക്കള് ഈ സഭയിൽ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഭ മുന്നോട്ട് പോകുന്നത്. ഓർത്തിരിക്കാം. കൈയടിച്ച് നന്ദി പറയാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സമ്പത്തിന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ വീട്ടിലെ കാര്യം കർത്താവിന്റെ ആലയത്തിലെ കാര്യം കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറഞ്ഞ് സമ്പത്ത് കൊടുക്കുന്നവരുണ്ട്, സമയം കൊടുക്കുന്നവരുണ്ട്, ആരോഗ്യം കൊടുക്കുന്നവരുണ്ട്. സ്നേഹത്തോടെ ഓർത്ത് ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അത്രയും കാര്യങ്ങളാണ്. 14 നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും വീണ്ടും അതെടുത്ത് വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14, 15, 16, 17 ഈ 4 വാക്യങ്ങൾ. ഇത് കർത്താവിന് എന്നെ കുറിച്ചുള്ള സ്വപ്നമാണ്, കർത്താവിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കരുത് കർത്താവിന് എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല എന്ന് വിചാരിക്കുക. കർത്താവിന് നമ്മെ കുറിച്ച് നല്ല ചിന്തയുണ്ട്, നല്ല പദ്ധതിയുണ്ട്. ഇതാണ് ആ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോ വിശുദ്ധ ബെർണാഡ് പറഞ്ഞത്, ബെർണാഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എത്രയും ദയുള്ള മാതാവ് എഴുതിയ വിശുദ്ധനാണ് വിശുദ്ധ ബെർണാഡ്. ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ എന്റെ അധരത്തിൽ ഒരു തേൻ കട്ട വീഴുന്നത് പോലെയുള്ളൊരു അനുഭവമാണ്. തേൻ നുകരുന്നത് പോലെ ഒരു തേൻ കണം വന്നിരിക്കുന്നത്, അതിങ്ങനെ വരുന്നത് പോലെയാണ് ഞാൻ യേശുനാമം വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞത് വിശുദ്ധ ബെർണാഡാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് വിശുദ്ധ ബൊനവഞ്ചർ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ എഴുതിയിരിക്കുന്നത്, ഫ്രാൻസിസ് അസീസി വളരെ അവശ നിലയിൽ ആയിരിക്കുന്ന ഈ വിശുദ്ധൻ ഈശോയെ എന്ന നാമം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോയെ എന്ന് വിളിക്കുന്ന സമയത്ത് ആ വിശുദ്ധന്റെ മുഖം പ്രകാശിക്കുകയും ശബ്ദം ഒട്ടും പുറത്തു വരാതിരിക്കുന്ന സമയത്ത് പോലും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശബ്ദം, ഒരു ആക്സെന്റിൽ ഈശോയെ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വന്നിരുന്നു. അത് ഫ്രാൻസിസ് അസീസിയുടെ ഹൃദയത്തിന്റെ ആനന്ദമായിരുന്നു എന്നാണ് പറയുന്നത്. ബെർണാഡ് തന്നെ വീണ്ടും പറയുകയാണ്, അതെന്റെ അധരത്തിൽ തേൻഗണവും എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ സമാധാനവുമായിരുന്നു. ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോ ഹൃദയത്തില് ഈ അശാന്തികളുടെ തിരമാലകൾ അടിച്ചു കയറുന്ന ചില സമയങ്ങളുണ്ടല്ലോ, അശാന്തികളുടെ തീരമായി നമ്മുടെ ഹൃദയം മാറുന്നുണ്ട്. ആ സമയങ്ങളിൽ ഈശോയെ എന്ന് വിളിക്കുമ്പോ അവിടെ ഒരു ശാന്തത, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവന്റെ നാമം എന്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് ബൊസേ എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. ഈ വിശുദ്ധ മാലാഖമാരോട്, തന്റെ കാവൽ മാലാഖമാരോടൊക്കെ സംസാരിക്കുന്നതിന് സാധിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. വിശുദ്ധ പേരെന്താണ്? ഫ്രാൻസിസ് ബൊസേ എന്ന് പറയുന്ന ഒരു വിശുദ്ധ, റോമിലെ, ഇറ്റലിയിൽ നിന്നുള്ള ഒരു വിശുദ്ധയാണ്. അപ്പോൾ ഈ കാവൽ മാലാഖയോട് ഈ വിശുദ്ധ സംസാരിക്കുന്ന സമയത്ത് ഈശോയെ എന്ന് വിളിക്കുമ്പോ അപ്പൊ തന്നെ കാവൽ മാലാഖ മുട്ടുകുത്തി ഹല്ലേലൂയ. അത്രമാത്രം മാലാഖമാര് യേശുനാമത്തെ ആദരിക്കുന്നു. അതുപോലെ ഈ വിശുദ്ധക്ക് കുറെ പൈശാചിക പ്രലോഭനങ്ങളുണ്ടായി. പിശാചുക്കള് ഇവളെ പ്രലോഭിപ്പിക്കുന്നതിന് വന്ന സമയത്ത് ഇവൾ ഈശോയെ എന്ന് വിളിക്കുമ്പോ പിശാചുക്കൾ വളരെയധികം ദേഷ്യപ്പെട്ട് ഇവളെ ശപിച്ചുകൊണ്ട് പക്ഷെ ഓടിക്കളയും. അവർ വിശുദ്ധ ഫ്രാൻസിസ് ബൊസേ എന്ന് പറയുന്ന വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. യേശുനാമത്തിൽ മാലാഖമാര് ശിരസ് നമിക്കുന്നു. യേശുനാമം കേൾക്കുമ്പോൾ പിശാചുക്കൾ ഓടിയകലുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുൽക്കൂട്ടിൽ പിറന്നവന് ഏത് പേരാണ് കൊടുത്തത്? യേശു എന്ന നാമം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു എന്ന നാമം കൊടുത്ത ആ ദിവസം ഏതാണ്? ക്രിസ്മസിന്റെ അന്നാണ് പേരിട്ടത്. 8-ാം ദിവസമാണ്. അതേതാണ് ആ ദിവസം? അപ്പൊ ഏതായിട്ട് വരും? ജനുവരി 1-ാം തീയതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിന്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്ന ദിവസം ജനുവരി 3-ആണ്. ജനുവരി 3. ജനുവരി 1-ാം തീയതിയാണ് ഈശോയ്ക്ക് യേശുനാമം നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് ജനുവരി 1-ാം തീയതി
ഡിസംബർ 31 രാത്രി നമ്മൾ 1000 പ്രാവശ്യം യേശുനാമം വിളിക്കുന്നതിന് 31 വൈകിട്ട് 5 മണിക്ക് ജപമാലയും തുടർന്ന് ആരാധനയും വചനപ്രഘോഷണവും ദിവ്യബലിയും ഒക്കെ ആയിട്ട് പുതുവത്സര കൈനീട്ടവും വാഹന വെഞ്ചിരിപ്പും ഒക്കെ ആയിട്ട് നമ്മളൊരു 15,000 പേർക്കുള്ള ഗോൾഡൻ കോയിൻ അച്ഛൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അന്ന് വരുന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ നിന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോകാവുന്നതാണ്. അപ്പൊ എല്ലാവരും വരണം, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അച്ഛനാൽ സക്രിസ്റ്റിയിൽ നിന്ന് ഒരുങ്ങിയ വചനമല്ല ഇവിടെ വന്നപ്പോ പറയാൻ പറഞ്ഞത്. എന്തായാലും കർത്താവിന് ഈ വചനത്തെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേക പദ്ധതി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന രൂപാന്തരീകരണത്തിന്റെ ഒരു വഴിയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം എന്ന ആ ഒരു ശൈലിക്ക് മാറ്റം വന്നിട്ട് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതികൾ പൂവണിയുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം എന്ന ജീവിത ശൈലിയിലേക്ക് ജീവിതം മാറാൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. നമുക്ക് കണ്ണുകളടക്കാം.